പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെല്ലാവരോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കൂടെയുള്ളത് നമ്മുടെ കോഴിക്കോട് ആദ്യമായിട്ടുള്ള ആളാണ് പുതിയ എക്സിക്യൂട്ടീവ്. പിന്നെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഷോമിഷും ഈ കൂട്ടത്തിൽ. ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് 2022 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിൽ ആനുകൂല്യങ്ങൾ അവിടെ വിഭവമില്ലാത്ത കുറിൽ കുറേയേറെ മുടങ്ങിക്കിടക്കുന്ന ഒരു സന്ദർഭം. ഞങ്ങൾ എല്ലാ സംഘടനകളുമായും ക്ഷേമനിധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. പരമ്പരാഗത മത്സ്യമേഖലയുടെ സംഘടനകളിൽ 3 പ്രാവശ്യം അനുബന്ധ മത്സ്യമേഖലയുടെ ഭാഗമായി അതേക്കുറിച്ച് അവരുടെ ഉപയോഗിച്ചു. മത്സ്യമേഖലയിലെ പ്രധാനപ്പെട്ട ടീമാണ് ബോട്ട് ഓഫീസ്. അവരുടെ യോഗം തീരുമാനിച്ചു മത്സ്യ കയറ്റുമതിക്കാർ, മത്സ്യക്കച്ചവടം അവരുടെ യോഗം പ്രത്യേകമായി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തെ ചേർന്നിരിച്ചു. അതിനുശേഷം 2023 ഏപ്രിൽ മാസം 19 മത്സ്യമേഖലയിലെ എല്ലാ തിരുവനന്തപുരത്ത് വെച്ച്, അതിനുശേഷം 2024 മെയ് മാസം 29 ചൈത്രം ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് മത്സ്യമേഖലയിലെ എല്ലാ സംഘടനക്കാരുമായും ചർച്ച നടന്നു. അപ്പൊ ഇതിലെല്ലാം വന്ന കാര്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ ആനുകൂല്യങ്ങൾ നൽകണം. ആനുകൂല്യങ്ങളെല്ലാം കുറെ കാലം മുമ്പ് നിശ്ചയിച്ചതാണ്. അതിന് കാലാനുസൃതമായ വർധനവുണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള വിഭവ സമാഹരണത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധം അംശാദായം വർദ്ധിക്കും. ഇതായിരുന്നു ആ യോഗത്തിന്റെ പൊതുധാരണ. അതെല്ലാവരും അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ തന്നെ പുതിയ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം അംശാദായത്തിന്റെ പരിഷ്കരണം ക്ഷേമനിധി ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനാണ് പ്രപ്പോസൽ വെച്ചത്. അപ്പൊ അതില് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിവാഹ ധനസഹായം 2015 10,000 രൂപ, അത് 25,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അത് പോർട്ടായി. ആക്സിഡന്റ് വർണ്ണത്തിന് നമുക്ക് പറഞ്ഞു ആകസ്മിക വർണ്ണത്തിനൊന്നും കിട്ടില്ല. ആക്സിഡന്റിന്റെ കവറേജ് അതിരിക്കും. അപ്പൊ അതിപ്പോ കൊടുക്കുന്നത് 50,000, അത് 1,00,000 മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ മെഡിക്കൽ സീറ്റിലും പാരാമെഡിക്കൽ സീറ്റിലും മെറിറ്റിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ സർക്കാർ പറഞ്ഞു മെറിറ്റിലല്ല കിട്ടിയതെങ്കിൽ ഒരാളും സഹായിക്കും. അത് ഒഴിവാക്കാൻ ചെറിയ സഹായം നൽകാൻ മുഖ്യ പദ്ധതിയില്ല. 1,00,000 രൂപ